വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് GNM നഴ്സിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് GNM നഴ്സിംഗ്, അതിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, എലിജിബിലിറ്റി എന്തൊക്കെയാണ്, കരിയർ സ്കോപ്പ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞതിന് ശേഷം GNM നഴ്സിംഗ് ചൂസ് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മാത്രമല്ല ഇതേ ഡീറ്റെയിൽസ് നമ്മൾ വാട്സപ്പ് ചാനലിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മറക്കാതെ ഞങ്ങളുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എന്താണ് GNM നഴ്സിംഗ്? ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് നഴ്സിംഗ് ഫീൽഡ് ചൂസ് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്, എന്നാൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമില്ല. അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും GNM നഴ്സിംഗ് ചൂസ് ചെയ്യാം. നഴ്സിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ്, പക്ഷേ +2 നിങ്ങൾ ബയോളജി സയൻസ് പഠിച്ചില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നഴ്സിംഗ് കിട്ടുന്നില്ല. അങ്ങനെയുള്ളവർക്ക് GNM നഴ്സിംഗ് ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം +2 നിങ്ങൾ ഏത് സ്ട്രീം പഠിച്ചാലും GNM നഴ്സിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. BSc നഴ്സിംഗിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ GNM നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ +2 ഏത് സ്ട്രീം പഠിച്ചാലും, ഹ്യൂമാനിറ്റീസ്, സയൻസ്, ആർട്സ്, അങ്ങനെ ഏത് പഠിച്ചിരുന്നാലും 50% കുറയാതെ മാർക്ക് നിങ്ങൾ ഉണ്ടായിരിക്കണം. നഴ്സിംഗ് സബ്ജക്റ്റുകൾ നോക്കുമ്പോൾ അതിൽ GNM നഴ്സിംഗ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അവേഴ്സ് ഒരുപാട് വേണ്ട ഒരു കോഴ്സാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രീമാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഏകദേശം 6 സബ്ജക്റ്റോളം സിലബസ് ആയിട്ട് പഠിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ GNM നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ്, ശരിക്കും ഇതിന് ജോലി സാധ്യതയുണ്ടോ? GNM നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി സാധ്യതയുണ്ടോ? കാരണം നമ്മൾ ഒരുപാട് കേട്ടുകേൾവി ഇല്ലാത്തൊരു കോഴ്സാണ് GNM നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും BSc നഴ്സിംഗ് വെച്ചായിരിക്കും ഉറപ്പായിട്ടും കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ BSc നഴ്സിംഗ് പഠിച്ചിരിക്കുന്ന ഒരാളിന് കിട്ടുന്ന അത്രയും ഒരു കരിയർ സ്കോപ്പ് ഈ GNM നഴ്സിംഗ് പഠിക്കുന്നവർക്ക് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. പക്ഷേ യാതൊരു ഡൗട്ടും വേണ്ട, GNM നഴ്സിംഗ് എന്ന് പറയുന്നത് BSc നഴ്സിംഗ് അല്ലെങ്കിൽ മറ്റ് നഴ്സിംഗ് കോഴ്സുകൾ പോലെ തന്നെ അനവധി ജോലി സാധ്യതകളുള്ള, അത് ഇന്ത്യക്കകത്തും പുറത്തും കരിയർ സ്കോപ്പുള്ള ഒരു സ്ട്രീം തന്നെയാണ്. ഇനി ഇതൊരു ഡിപ്ലോമ കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിന് നിങ്ങൾക്കൊരു കരിയർ ഓപ്പർച്യൂണിറ്റി അത്രയധികം ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട് സ്വാഭാവികമായും നിങ്ങൾക്ക് ഉണ്ടാവാം. പക്ഷെ അങ്ങനെ ഒരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല. ഇതിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഗവൺമെൻറ് സെക്ടറിൽ PSc ത്രൂ ജോബ്സ് കിട്ടാനുള്ള സാധ്യതകളും കൂടുതലാണ്. മാത്രമല്ല ഈ ഡിപ്ലോമ പഠിച്ചതിന് ശേഷം നിങ്ങളൊരു 2 വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സ് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ BSc നഴ്സിംഗ് ലെവലിലുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. നഴ്സിംഗ് ഹോംസ് ആൻഡ് ക്ലിനിക്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ്, മെറ്റേണിറ്റി ഹോംസ്, റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്, ഓൾഡ് ഏജ് ഹോംസ്, ഹോം ഹെൽത്ത് കെയർ. നഴ്സിംഗ് കോഴ്സുകളുടെ അണ്ടറിൽ വരുന്ന ഒന്ന് തന്നെയാണ് GNM നഴ്സിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ BSc നഴ്സിംഗ് അല്ലെങ്കിൽ ആർമി നഴ്സിംഗ് ഇതിനൊക്കെ കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെ GNM നഴ്സിങ്ങിനും ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ നിൽക്കുന്നവരാണ്, ഡൗട്ട്ഫുള്ളായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട, ഉറപ്പായിട്ടും ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് ഈ കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. പ്രാക്ടിക്കൽ അവേഴ്സ് ഒരുപാട് ആവശ്യമുള്ളൊരു കോഴ്സാണ് GNM നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മറ്റ് നഴ്സിംഗ് കോഴ്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തിയറിക്ക് കൂടി പ്രാധാന്യം കൊടുക്കുമ്പോൾ GNM നഴ്സിങ്ങിന് കുറച്ചുകൂടി പ്രാക്ടിക്കൽ അവേഴ്സിനാണ് പ്രാധാന്യം വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന ക്യാമ്പസ് നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് തരുന്ന, ക്ലിനിക്കൽ എക്സ്പോഷർ തരുന്ന, അത്രയും പ്രാക്ടിക്കൽ നോളജ് തരുന്ന ഒരു ക്യാമ്പസ് ആയിരിക്കണം. പിന്നെ ബ്രാൻഡ് വാല്യൂ ഉണ്ടായിരിക്കണം, കാരണം നിങ്ങൾക്ക് ഇന്ത്യക്കകത്ത് മാത്രമല്ല പുറത്തും പോയി ജോലി ചെയ്യാനുള്ളതാണ്. GNM നഴ്സിംഗിന് കേരളത്തിൽ സീറ്റ് കുറവാണ്. എന്നാൽ മറ്റ് സ്റ്റേറ്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് കർണാടക പോലുള്ള സ്റ്റേറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ GNMന് കുറച്ചുകൂടി കരിയർ ഓപ്പർച്യൂണിറ്റീസും സാധ്യതകളും പിന്നെ പഠിക്കാനുള്ള സീറ്റ് അവൈലബിലിറ്റിയും കൂടുതലാണ്. പിന്നെ അവിടുത്തെ പ്രാക്ടിക്കൽ എക്സ്പോഷറും ക്യാമ്പസ് ഫെസിലിറ്റീസും കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയുള്ള ക്യാമ്പസാണ് ചൂസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക. മറക്കാതെ ഇതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക.